വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ് ഈ തവണത്തെ കേന്ദ്ര ബജറ്റ്. അതിൽ റെയിൽവേയുടെ കാര്യം മാത്രം പറഞ്ഞാൽ 3795 കോടി രൂപയുടെ പദ്ധതികളാണ് കേരളത്തിനായിട്ട് അനുവദിച്ചിട്ടുള്ളത്. ഇത് 400 കോടി രൂപയിൽ താഴെയായിരുന്നു UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എന്നറിയുമ്പോഴാണ് ഈ വർധനവിൻ്റെ ആ വ്യാപ്തി നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. മാത്രമല്ല, ഇതിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഷൊർണൂർ മുതൽ മംഗലാപുരം വരെയുള്ള റെയിൽവേ ലൈനുകൾ 4 ലൈനാക്കുന്നതിനും ഷൊർണൂറിൽ നിന്ന് തിരുവനന്തപുരം നാഗർകോവിൽ വരെ 3 ലൈനാക്കുന്നതിനും അതുപോലെയുള്ള അങ്കമാലി എരുമേലി ലൈൻ ഉണ്ടാക്കുന്നതിനും ഒക്കെയുള്ള വലിയൊരു പുഷ് ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് വേണ്ടത്. 160 കിലോമീറ്റർ സ്പീഡിൽ വണ്ടികൾക്ക് പായാൻ പറ്റുന്ന വിധത്തിലുള്ള ട്രാക്കുകളാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ഒരു അതിവേഗ പാതയുണ്ടാക്കിയാൽ അതിലെ പരമാവധി വേഗത 200 കിലോമീറ്ററും അതിൽ ഓടാൻ പറ്റുന്ന വേഗത ഏകദേശം 160 കിലോമീറ്ററും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ട്രെയിനുകളൊക്കെ ഉണ്ടാക്കിയാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ 160 കിലോമീറ്റർ പോകാൻ പറ്റുന്ന ഒരു ട്രെയിന് ശരാശരി 130 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എറണാകുളത്തേക്ക് ഏകദേശം 2 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് എത്താൻ പറ്റും. അതുപോലെ തന്നെ കോഴിക്കോട് നിന്നും കൊച്ചിയിലേക്ക് അതുപോലെ എറണാകുളത്തേക്കും 2 മണിക്കൂറിൽ താഴെ എത്താൻ പറ്റും. നോക്കുക, ഒരു ഫ്ലൈറ്റാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് ആ ഫ്ലൈറ്റിൽ പോകാൻ 1.5 മണിക്കൂർ മുമ്പ് എത്തണം. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് സിറ്റികളിൽ നിന്ന് വളരെ ദൂരെയാണ്. ഒന്ന് നെടുമ്പാശ്ശേരിയിൽ, അതുപോലെ കോഴിക്കോട്ടെ എയർപോർട്ടും വളരെ ദൂരെയാണ്. വീണ്ടും നിങ്ങൾക്ക് അവിടേക്ക് വരണമെങ്കിൽ 1.5 മണിക്കൂറെങ്കിലും ഒരു വാഹനം പിടിച്ച് വരേണ്ടി വരും. അതേസമയം ഒരു ട്രെയിനിൽ പോവുകയാണെങ്കിൽ, ഈ വിധത്തിലുള്ള ട്രെയിനിലാണെങ്കിൽ 2 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കും. ഇതിൽ കൂടുതൽ എന്ത് വേഗമാണ് നിങ്ങൾക്ക് ആഗ്രഹം? ഫ്ലൈറ്റിൽ പോകുന്നതിൽ കൂടുതൽ വേഗത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയാണെങ്കിൽ അത് ഈ രീതിയിലുള്ള ഒരു കേരളത്തിന് മറ്റ് യാതൊരു ദോഷവും വരാത്ത ഇങ്ങനെയുള്ള ഒരു എക്സ്പാൻഷനിൽ കൂടെ വരുന്നതല്ലേ നല്ലത്? അതോ ഇനിയും 1.25 ലക്ഷം കോടി രൂപയും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്ത് സ്ഥലം ഏറ്റെടുത്ത് അതിൻ്റേതായുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും അൾട്ടിമേറ്റ്ലി അത് എക്കോണമിക് വയബിലിറ്റി ഉണ്ടോ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, 5 മിനിറ്റ് ഇടവിട്ട് കണ്ണൂർ തിരുവനന്തപുരം റൂട്ടിൽ ട്രെയിൻ ഓടിച്ചാൽ ആളുകളെ എവിടെ നിന്ന് കിട്ടും? അത്രയധികം യാത്രക്കാർ കേരളത്തിലില്ല. അഹമ്മദാബാദ്, മുംബൈ പോലുള്ള 2 വലിയ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതല്ല അത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് അതിനെപ്പറ്റി ഒരു പഠനം നടത്തിയിട്ട് മാത്രമല്ലേ അങ്ങനെ ഒരു പദ്ധതിക്ക് പോകേണ്ട ആവശ്യമുള്ളൂ എന്നാണ് ഞാൻ ചോദിച്ചത്. വേണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷേ അതിൽ വരുന്ന യാത്രക്കാരുടെ എണ്ണം നോക്കിയല്ലേ അതിൻ്റെ എക്കണോമിക് വയബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ വളരെ നല്ലതാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന് കൂടുതൽ വണ്ടികൾ ഓടിക്കാൻ സൗകര്യമുണ്ടാകണം, കൂടുതൽ വേഗത്തിൽ ഓടിക്കാൻ സൗകര്യമുണ്ടാകണം. ജനങ്ങൾക്കുള്ള അസൗകര്യം സ്ഥലം ഏറ്റെടുക്കുന്നതുകൊണ്ട് വളരെ കുറവാകണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള ട്രാക്കിന് പാരലലായി 2 ട്രാക്കുകൾ കൂടി വരികയും മറ്റൊരു ഭാഗത്ത് ഒരു ട്രാക്ക് കൂടി വരികയും ചെയ്യുന്നതോടെ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ വണ്ടികൾ ഓടിക്കാൻ സാധിക്കുന്നതും ഇപ്പോഴുള്ള ഇൻ്റർസിറ്റി വണ്ടികൾ കൂടുതൽ ഓടിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു 100 വർഷത്തേക്കെങ്കിലും അത് പര്യാപ്തമായിരിക്കും. അതല്ലാതെ മറ്റ് റെയിൽവേകൾ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അതിവേഗ പാത വന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്ലൈറ്റിൽ പോകുന്നതിനേക്കാളും എളുപ്പത്തിൽ പോകാൻ സാധിക്കുന്നതാണ് ഈ പറയുന്ന റെയിൽവേ സംവിധാനം. ഇനി പുതുതായിട്ട് വരുന്ന ട്രാക്കുകൾ കൂടി വന്നാൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതിലും കൂടുതൽ വേഗതയിൽ പോകുന്ന സംവിധാനം എത്ര പേർക്ക് മാത്രം ആവശ്യമുള്ളതായിരിക്കും? മാത്രമല്ല, കണ്ണൂരും കാസർഗോഡുമെല്ലാം 1-ാം തരം ആസ്പത്രികൾ ഉണ്ടായി. അവിടെ ആസ്പത്രികൾ ഉണ്ടാകണമെങ്കിൽ, നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ആസ്പത്രിയോട് അനുബന്ധിച്ച് ക്വാർട്ടേഴ്സുകളും അവിടെ വിദ്യാഭ്യാസം നടത്താൻ സൗകര്യമുള്ള നല്ല CBSE സ്കൂളുകളും എല്ലാം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഡോക്ടർമാർ അവിടെ വന്ന് ജോലി ചെയ്യാനും, ഡോക്ടർമാർ മാത്രമല്ല മെഡിക്കൽ സ്റ്റാഫും അവിടെ വന്ന് താമസിച്ച് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനും അവർക്ക് നല്ല രീതിയിൽ
സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സൗകര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകുന്ന ഹോസ്പിറ്റലുകളിൽ നല്ല ഡോക്ടർമാരുണ്ടാകും, നല്ല പാരാമെഡിക്കൽ സ്റ്റാഫ് ഉണ്ടാകും, നല്ല എക്യുപ്മെൻ്റ് ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് കർണാടകത്തിലേക്കോ കേരളത്തിലെ വിവിധ മറ്റ് ജില്ലകളിലെ ആസ്പത്രികളിലേക്കോ ഓടിപ്പോകേണ്ടി വരികയുമില്ല. അതിന് 4, 5, 6 ആയിരം കോടി രൂപ ചെലവാക്കിയാലും അതല്ല ലാഭകരം. അപ്പോൾ അതുകൊണ്ട് അക്കാര്യങ്ങൾ നമ്മൾ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ടതാണ്. ഇപ്പോഴത്തെ നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന കാര്യം വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണിത്. ഇപ്പോഴുള്ള ട്രാക്കുകൾ വർദ്ധിപ്പിക്കുക, അതിൽ വേഗം വർദ്ധിപ്പിക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക, അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഏതായാലും കേന്ദ്രം അതിന് മുന്നോട്ടിറങ്ങുന്നു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്.